മഹാന്മാരുടെ സർവ്വകല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ അവൻ ഇവിടെ ഇല്ല എന്ന് എഴുതിയിരിക്കുന്ന തുറന്നു കിടക്കുന്ന ഒരു കല്ലറ കാണാം. കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, വീണ്ടും വരും നമ്മെ ചേർക്കുവാൻ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു. കാരണം ഞങ്ങളിരിക്കുന്ന ഈ സത്യഗ്രന്ഥത്തിൽ സകലതും എഴുതി വെച്ചിരിക്കുകയാണ്. ആദ്യവും അന്തവും എന്ത് സംഭവിക്കും, അന്ത്യകാലത്ത് എന്ത് സംഭവിക്കുമെന്നും അതെല്ലാം എഴുതി വെച്ചിരിക്കുന്നു. അതെല്ലാം നിറവേറിക്കൊണ്ടേ ഇരിക്കുന്നു. കർത്താവ് വരാറായി. എങ്ങനെ നമുക്ക് കർത്താവിനെ കാണാൻ കഴിയും? ഒന്നും ചെയ്യണം. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ അരികിലേക്ക് വന്ന സകല രോഗികളെയും ഒരു വാക്കുകൊണ്ട് സൗഖ്യമാക്കിയ എന്റെ കർത്താവ്, ഒന്ന് തൊട്ടപ്പോൾ സൗഖ്യമാക്കിയ എന്റെ ദൈവം, കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് സൗഖ്യം കൊടുത്തവനായ ദൈവം, അങ്ങനെ എന്റെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. ഞാൻ സൗഖ്യദായകനാണെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുകയും അത് അനുഭവത്തിൽ അത് കാണിച്ചു തരികയും ചെയ്ത നല്ല കർത്താവിനെ ഞാൻ പിൻപറ്റി. ഹല്ലേലൂയ. എന്റെ ജീവിതത്തില് എന്റെ ശരീരത്തിലുണ്ടായതായ രോഗത്തിന്റെ പ്രശ്നങ്ങൾ, ഡിസ്ക് പ്രൊലാപ്സിന്റെ പ്രശ്നങ്ങൾ, എത്രയോ പേർക്ക് ഈ ഡിസ്ക് പ്രൊലാപ്സിന്റെ രോഗങ്ങൾ വന്നിട്ട് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ കഴിയാതെ വണ്ണം രോഗത്തിലായി കിടക്കുന്ന കട്ടിലിനെ അല്ലെങ്കിൽ കിടക്കയെ അവലംബമാക്കിക്കൊണ്ട് കഴിയുന്ന എത്രയോ സഹോദരന്മാരെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ എന്റെ കർത്താവിനെ സൗഖ്യമാക്കി ആമേൻ സ്തോത്രം രാജിവെച്ച് നാട്ടിലേക്ക് വന്നു. ആമേൻ ഹല്ലേലൂയ. എങ്കിലും എന്റെ കർത്താവിനെ സൗഖ്യത്തോടെ നടത്തി. 2-3 വർഷത്തിന് ശേഷം ക്യാൻസർ രോഗം എന്നെ ബാധിച്ചു. ആമേൻ ക്യാൻസർ രോഗത്തിന് പ്രയാസമുണ്ടായി. എങ്കിലും ഒരു 6 ആഴ്ചയുടെ വ്യത്യാസം എന്നെ കർത്താവിനെ സൗഖ്യമാക്കി. പൂർണ്ണമായ വിടുതലും സൗഖ്യവും എന്റെ ദൈവം എനിക്ക് തന്നു. ഞാൻ ഇന്ന് ആരോഗ്യത്തോടെ സുഖത്തോടെ സൗഖ്യം. ദൈവം പറഞ്ഞു, എന്റെ കർത്താവ് പറഞ്ഞു, ഞാൻ സമാധാന പുത്രനാണ്, സമാധാനം ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. 33.5 കൊല്ലം എന്റെ കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചു. ആമേൻ സ്തോത്രം. ദൈവം ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുത്തു, രോഗികളായിരുന്നവർക്ക് സൗഖ്യം കൊടുത്തു. ഈ സത്യവേദ പുസ്തകം ദൈവം നമുക്ക് എഴുതി തന്നിരിക്കുന്നത്, ദൈവദാസന്മാർ, അപ്പോസ്തലന്മാർ, പുരോഹിതന്മാർ, ആ എല്ലാ ദൈവമക്കളും എഴുതിയിരിക്കുന്ന ഈ ദിവ്യ പുസ്തകം ഇത് നിങ്ങൾ വായിച്ചു പഠിക്കുക. ഇതിലുണ്ട് എങ്ങനെ പിടിയിൽ നിന്നും സഹജാനിന്നെ വീണ്ടെടുപ്പാ കർത്താവേശു കാൽവരിയിൽ സുന്ദരക്തം വിലയായി നൽകി. കർത്താവേശു കാൽവരിയിൽ മൺമേയമാ